ഹലോ ഓൾ. അപ്പൊ നമ്മുടെ സ്റ്റാറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്റർ 4ന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. പ്രസന്റേഷൻ ഓഫ് ഡേറ്റാസിന്റെ ഫസ്റ്റ് രണ്ട് മെത്തേഡായ ടെക്സ്ച്വൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും പഠിച്ചു. എന്താണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, എന്താണ് ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, ടാബുലർ പ്രസന്റേഷനിൽ എങ്ങനെ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ടാബുലേഷന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ദെൻ പാർട്സ് ഓഫ് ദ ടേബിൾസ് വരെ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആയി. ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഞാൻ പറയുന്നൊക്കെ കേൾക്കാമോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? സ്ക്രീനൊക്കെ ഓക്കെ ആണോ? ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ബാക്കി ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ ലൈവിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാം സുഖമാണെന്ന് കരുതുന്നു. സമയം കളയാനില്ല, വേഗം പോയി ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചുകൊണ്ട് വരിക. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാം ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റാസിനെ എങ്ങനെ ഡയഗ്രംസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, ഡേറ്റാസിനെ ഡയഗ്രമാറ്റിക്കലി എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. എന്താണ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ? തേർഡ് വേ അല്ലേ. നമ്മൾ ഫസ്റ്റ് രണ്ട് മെത്തേഡ് പഠിച്ചു, ടെക്സ്ച്വൽ പ്രസന്റേഷൻ, ടാബുലർ പ്രസന്റേഷൻ. ദ ലാസ്റ്റ് മെത്തേഡ് ആണ് ഏത്? നമ്മൾ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ ക്വിക്കസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ആക്ച്വൽ സിറ്റുവേഷൻസ്. ഒരു ഡേറ്റാസിനെ, ഒരു ഇൻഫോർമേഷനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആസ് കമ്പയർ ടു ബാക്കി രണ്ട് മെത്തേഡ് ഏതാണ്? ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. ടാബുലർ നോക്കിയാലും ടെക്സ്ച്വൽ നോക്കിയാലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. ഡയഗ്രാംസ് ആക്യുറസി കുറവായിരിക്കും, അതായത് കൃത്യത. എല്ലാ ഡയഗ്രാം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഫോം ചെയ്യുമ്പോഴൊക്കെ ആക്യുറസി വളരെ കുറവായിരിക്കും, അതിന് കൃത്യത കുറവായിരിക്കാം. ഓക്കെ, വേർഡ്സിൽ എഴുതുന്നതോ അതല്ല എങ്കിൽ നമ്മൾ ടേബിൾ ഫോമിൽ നമ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കാളും കുറച്ചുകൂടെ ആക്യുറസി കുറവാണ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ. പക്ഷേ ഒരു ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുന്ന ടേബിൾസിനേക്കാളും എല്ലാം ബെറ്റർ ഏതാണ്? ഡയഗ്രത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ഡയഗ്രാം മേ ബി ലെസ് ആക്യുറേറ്റ്, ആക്യുറസി കുറവാണ്, ബട്ട് ആർ മച്ച് മോർ എഫക്റ്റീവ് ദാൻ ടേബിൾസ് ഇൻ പ്രസന്റിംഗ് ദ ഡേറ്റ. ഡേറ്റാസിനെ ടേബിൾ ഫോമിൽ പ്രസന്റ് ചെയ്യുന്നതിലും ഏറ്റവും എഫക്റ്റീവ്, യൂസ്ഫുൾ, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസ് ചെയ്യാനായിട്ട് ഈസി ഏതാണ്? ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. ഓക്കെ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ മൂന്ന് രീതിയിലുണ്ട്. ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻസ് മൂന്ന് രീതിയിലാണല്ലോ. മൂന്ന് രീതിയിൽ ഡയഗ്രമാറ്റിക് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് രീതി ഏതാ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സ് ആൻസർ ഇട്ടെ. ദ ഫസ്റ്റ് ഏതാണ്? അതെ, കറക്റ്റ് ആണ്. ഏത്? ജോമെട്രിക് അല്ലെ, ജോമെട്രിക് മെത്തേഡ്. രണ്ട്, ഫ്രീക്വൻസി മെത്തേഡ്. മൂന്നാമത്തത് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ജോമെട്രിക് ഡയഗ്രാംസ് ആയിട്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസ് ആയിട്ട്, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫുകളായിട്ട്. അപ്പം മൂന്ന് രീതിയിലുള്ള ഡയഗ്രാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യാൻ മൂന്ന് രീതികളുണ്ട്: ടെക്സ്ച്വൽ, ടാബുലർ, ദെൻ ഡയഗ്രമാറ്റിക്. ഡയഗ്രമാറ്റിക്കിനും വീണ്ടും മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജോമെട്രിക് ഡയഗ്രാംസ് ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസ് ഉണ്ട്, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫുകൾ ഉണ്ട്. മൂന്ന് രീതിയിൽ ഡയഗ്രമാറ്റിക്കലി നമുക്ക് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ജോമെട്രിക് ഡയഗ്രാം? ജോമെട്രിക് എന്ന് പറഞ്ഞാൽ ജോമെട്രിക് രൂപങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിക്ചർ ആയിട്ട് അല്ലെ നമ്മൾ വരയ്ക്കുന്നതാണ് ജോമെട്രിക് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം ഒക്കെ എവിടാ വരുന്നത്? ജിയോമെട്രിക് ഡയഗ്രാം ആണ്. ജിയോമെട്രിക് ഡയഗ്രത്തിന് കീഴിലാണ് ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും വരുന്നത്. അപ്പൊ ഈ ജിയോമെട്രിക് ഡയഗ്രത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും. ബാർ ഡയഗ്രം, പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം എന്ന് പറയാം. എന്താണ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ചാർട്ട് ഈസ് എ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ യൂസിങ് റെക്ടാങ്കുലർ ബാർ. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബാറുകൾ, റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബ്ലോക്ക് റെക്ടാങ്കിൾ ഈ ബ്ലോക്കുകൾ, ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ബാർ ഡയഗ്രാം. ഇങ്ങനെ റെക്ടാങ്കിൾ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, റെക്ടാങ്കിൾ ഇപ്പോൾ ഒരു ഷേപ്പ് ആണെങ്കിൽ 1 2 3 അങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട്, റെക്ടാങ്കിൾ ഷേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ബാർ ഡയഗ്രാം. അപ്പൊ റെക്ടാങ്കുലർ ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട്, റെക്ടാങ്കിൾ ചാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്
ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ നമ്മുടെ റെക്ടാങ്കുലർ ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാസിനെ എന്താണ് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. The length or height of each bar is proportionate to the value of them it's represent. അതായത് ഈ ഒരു ബാറിന്റെ നീളം ആദ്യമത്തെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1991, 1992, 1993 3 വർഷത്തെ ഇന്ത്യയിലെ പോപ്പുലേഷനാണ്. 1991 ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പൊ ആ ബാർ ഇത്രയും. 1992 കുറച്ചുകൂടെ പോപ്പുലേഷൻ കൂടി. അപ്പൊ ആ ബാറിന്റെ വലിപ്പം കൂടും. അടുത്ത വർഷം എന്താണ് പോപ്പുലേഷൻ കുറഞ്ഞു. അപ്പൊ ബാറിന്റെ വലിപ്പം കുറയും. അപ്പോൾ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, ഓരോ ബാറിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും, അത് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വോളിയം അനുസരിച്ചിരിക്കും. ചെറിയ ഇൻഫോർമേഷൻ ആണെങ്കിൽ ചെറിയ ബാർ, വലിയ ഇൻഫോർമേഷൻ ആണെങ്കിൽ വലിയ ബാർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് പ്രസന്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഡയഗ്രാംസ് വരച്ച് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷനിൽ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബാർ ഡയഗ്രാം. അപ്പം ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ആണ്. ഡേറ്റാസിനെ ഡയഗ്രാമാറ്റിക്കലി പ്രസന്റ് ചെയ്യുന്നതാണ് ബാർ ഡയഗ്രാം എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, ഓരോ ബാറിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കും, അത് അതിന്റെ വാല്യൂ. ഓക്കെ, ആ ഐറ്റത്തിന്റെ വാല്യൂസിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, മനസ്സിലായോ? ഡയഗ്രാമാറ്റിക്കലിലെ ബാർ ഡയഗ്രാം മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കി. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീച്ചേഴ്സിൽ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ഒരു ബാർ ഡയഗ്രാം. ഈ ഒരു ബാർ ഡയഗ്രത്തിനെ വിളിക്കുന്ന പേര് സിമ്പിൾ ബാർ ഡയഗ്രാം എന്നാണ്. എന്താ? സിമ്പിൾ ബാർ ഡയഗ്രാം എന്നാണ് വിളിക്കുന്നത്. സിമ്പിൾ ബാർ ഡയഗ്രാം നോക്കിക്കേ, റെക്ടാങ്കുലർ ബാറുകൾ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്കുകൾ വെച്ചാണ് കാണിച്ചിട്ടുള്ളത് ഇൻഫോർമേഷൻ. നോക്കിയേ, ഇതിന്റെ ഹൈറ്റ്, അതായത് ഓരോ ആളുകളുടെ ഫേവറേറ്റ് കളറിന്റെ ഒരു ലിസ്റ്റ് എടുത്താണ്. ആളുകളുടെ ഫേവറേറ്റ് കളറിന്റെ ലിസ്റ്റ് എടുത്താണ്. ബ്ലാക്ക് ഇഷ്ടമുള്ള ആളുകൾ എത്രയേ ഉള്ളൂ? 10%. 10 ആളുകൾക്കാണ് ബ്ലാക്ക് ഇഷ്ടം. പിങ്ക് ഇഷ്ടമുള്ള ആളുകളാണ് കൂടുതൽ. അതുകൊണ്ട് ആ പിങ്ക് വരുന്ന ബ്ലോക്ക് എന്താണ്, വലുതായിട്ട് ഇരിക്കുന്നു. അതാണ് പറഞ്ഞത് ഈ ഹൈറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ വാല്യൂവിനെ, ഓരോ ബ്ലോക്കിന്റെ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഗ്രീൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? 60 ആളുകൾക്കാണ് ഗ്രീൻ ഇഷ്ടം. അപ്പോൾ ഓരോ ബാറുകളും ആ ബാറുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ഐറ്റത്തിന്റെ വാല്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ബാർ, ഇങ്ങനെ ഇതിപ്പോ ഒരു ബാർ, ഇതൊരു ബാർ, അങ്ങനെ ചെറിയ ഇൻഡിവിജ്വൽ ബാറുകളായിട്ടുള്ളതിനെ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നു. സിമ്പിൾ ബാർ ഡയഗ്രാം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിന്റെ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു, സിമ്പിൾ ബാർ ഡയഗ്രാം. മറ്റൊരു ടൈപ്പ് ഓഫ് ബാർ ഡയഗ്രാം ആണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. Multiple bar diagram shows one or more columns representing different data set. അതായത് ഒന്നിൽ കൂടുതൽ ബാർ ഡയഗ്രാംസ് ചേർത്തുള്ളൊരു ഫിഗർ ആണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വിളിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കി നമുക്കൊരു പിക്ചർ തരാം. അതായത് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ സെപ്പറേറ്റ് ബ്ലോക്കുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം 2 ഇൻഫോർമേഷൻസ് ഒരുമിച്ച് കാണും. ഓക്കെ, 1 2 1 2 1 2 അങ്ങനെ ഇൻഫോർമേഷൻ, 2 or more ഇൻഫോർമേഷൻ. ഇപ്പൊ നോക്കിയേ, 1991, 92, 93, 94 ഈ 4 വർഷത്തെ ഇമ്പോർട്ട് ഡേറ്റ മാത്രമായിട്ട് നമ്മളൊരു ബാർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അത് സിമ്പിൾ ബാർ ഡയഗ്രാം. ഇമ്പോർട്ട് മാത്രമല്ല, അതേ വർഷത്തെ തന്നെ എക്സ്പോർട്ട് നമ്മൾ ഡയഗ്രാം ആയിട്ട് വരച്ചു. അപ്പൊ ഇമ്പോർട്ടും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്, 2 കൂടുതൽ ഡേറ്റാസ് ഉണ്ട് അല്ലെ, 2 ഡേറ്റാസ് ഉണ്ട്. 2 or more ഡേറ്റാസ് വരികയാണെങ്കിൽ ഒരു ഡയഗ്രത്തിൽ തന്നെ 2 or more ബാർ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വിളിക്കുന്നു. അപ്പോൾ ഒരു ബാർ ഡയഗ്രാം ആണ് ഒരു ഫിഗറിൽ, ഒരു ഗ്രാഫിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ബാർ ഡയഗ്രവും, മോർ ദാൻ 2 നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ആ ഒരു പിക്ചർ നോക്കിയേ, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ കേട്ടോ, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം 2 ബാർ, 1991 തന്നെ 2 ബാർ, ഒരു ബാർ റെപ്രസെന്റ് ചെയ്യുന്ന ഇമ്പോർട്ടിനെയും ഒരു ബാർ എക്സ്പോർട്സിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് അപ്പൊ 2 or more ഡേറ്റാസ് ഒരു ബാർ ഡയഗ്രത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വിളിക്കുന്നത്. അവ 2 സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നു. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നു. കോമ്പൗണ്ടഡ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ നേരത്തെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് 2 സെപ്പറേറ്റ് ബാറുകളായിട്ടാണ് കാണിച്ചത്.
ഒരു ബാർ അതിന്റെ തൊട്ട് മുകളിൽ തന്നെ മറ്റൊരു ബാറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഒരു ഫുൾ ഡയഗ്രത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു ഭാഗത്ത് എക്സ്പോർട്ടും ഒരു ഭാഗത്ത് ഇമ്പോർട്ടും കാണിക്കുന്നു അതിന്റെ അളവനുസരിച്ച്. അതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ 1991 100 ഇമ്പോർട്ട്, 200 എക്സ്പോർട്ടും ഉണ്ട്. 100 ഇമ്പോർട്ടും 200 എക്സ്പോർട്ടും ഉണ്ട്. ടോട്ടൽ എത്രയായി? 300. അപ്പോൾ ഒരു 300 വരുന്ന ഒരു ബാർ വരയ്ക്കുന്നു, സിമ്പിൾ ബാർ ഡയഗ്രാം. അതിനകത്ത് 100 വരെ ഇമ്പോർട്ടിനും 200 എക്സ്പോർട്ടിനും വേണ്ടി മാർക്ക് ചെയ്തു. അപ്പോൾ എന്തായി? ഒരു ബാർ ഡയഗ്രാം, ഇത് രണ്ടും ഒരുമിച്ച് രണ്ട് ബാർ ഡയഗ്രാംസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ബാർ ഡയഗ്രാം വരച്ചാൽ അത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഒരു ഫുൾ ഡയഗ്രാം വരച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്താണ് ഇൻഫോർമേഷനെ കാണിക്കുന്നതെങ്കിൽ അത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ കോമ്പോണന്റ് ബാർ ഡയഗ്രാം എന്നൊക്കെ വിളിക്കുന്നു. ഓക്കെ, ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ. നേരത്തെ പിക്ചർ നമുക്ക് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും സെപ്പറേറ്റ് ബാറുകളായിട്ട് കാണിച്ചു. പക്ഷേ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആകുമ്പോഴോ, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാംസ് ആകുമ്പോഴത്തേന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒരൊറ്റ ഡയഗ്രത്തിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു. ഡിവൈഡ് ചെയ്ത് അപ്പോൾ 500 + 434 കാണുക 842. ഓക്കെ, ഇപ്പൊ 842 വരുന്നൊരു ഡയഗ്രാം വരയ്ക്കുക. 500 വരെ ഇമ്പോർട്ട്, ഓക്കെ, ബാക്കിയുള്ള 342 എക്സ്പോർട്ട്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ്. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? ഡയഗ്രാമറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഡയഗ്രാമറ്റിക് പ്രസന്റേഷനിൽ ജിയോമെട്രിക് പഠിച്ചു. ജിയോമെട്രിയിൽ ബാർ ഡയഗ്രാം ഉണ്ട്. ബാർ ഡയഗ്രാം തന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം. രണ്ടാമത്തെ ജിയോമെട്രിക് ഡയഗ്രാം ആണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചിട്ട് ആ ഒരു സർക്കിളിൽ ഇൻഫോർമേഷൻസ് കാണിക്കുന്നു. ഒരു സർക്കിളിനകത്ത് ഒരു ഇൻഫോർമേഷൻസ് കാണിക്കുന്നതാണ് പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. പൈ ചാർട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഗ്രാഫ് റെപ്രസെന്റിങ് ഡേറ്റ ഇൻ എ സർക്കുലർ ഫോം. ഒരു സർക്കുലർ ഫോമിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനകത്ത് ഒരു ഡേറ്റ വരയ്ക്കുന്ന, ഒരു ഫിഗർ വരച്ച്, ഒരു ഡയഗ്രാം വരച്ച് കാണിക്കുന്നതാണ് എന്ത്? പൈ ചാർട്ട് എന്ന് വിളിക്കുന്നത്. എങ്ങനെ? വിത്ത് ഈച്ച് സ്ലൈസ് ഓഫ് ദ സർക്കിൾ ഇസ് റെപ്രസെന്റിങ് എ ഫ്രാക്ഷൻ ഓർ പ്രൊപ്പോർഷനേറ്റ് പാർട്ട് ഓഫ് ദ വോൾ. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് എന്താണ് അതിനെ ഡിവൈഡ് ചെയ്ത് എന്താണ് വാല്യൂ അനുസരിച്ച് ഇപ്പൊ നമുക്ക് 1, 2, 3, 4 ഐറ്റം ഉണ്ടെങ്കിൽ ആ 4 ഐറ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? അതിന്റെ വാല്യൂ അനുസരിച്ച്. ഈ 4ാമത്തെ ഐറ്റമാണ് ഏറ്റവും വലുതെങ്കിൽ അതിന് ഏറ്റവും വലിയ പാർട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം പ്രൊപ്പോർഷനേറ്റ് ബേസിസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ബേസിസിൽ ആ ഹോൾ ഡയഗ്രത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഒരു സർക്കിളിന്റെ ഫുൾ സർക്കിൾ ടോട്ടൽ എത്ര ഉണ്ട്? 360 ഡിഗ്രി അല്ലേ? ഒരു സർക്കിൾ ടോട്ടൽ ആംഗിൾ 360. ആ 360യെ ഓരോ ഡേറ്റാസിന്റെയും വാല്യൂസിന്റെ പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. വാല്യൂസിന്റെ പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരാളുടെ ഇൻകത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു സീറോസ് എക്സ്ട്രാ ഇല്ല എന്ന് കരുതുക. 60% അയാൾ ഫുഡിന് യൂസ് ചെയ്യുന്നു, 20% ഹൗസിംഗ് ആവശ്യങ്ങൾക്ക്, 34% എഡ്യൂക്കേഷൻ, 10% മെഡിക്കൽ, 15% അതേഴ്സ്. ഇങ്ങനെ യൂസ് ചെയ്യുന്നു വിചാരിക്കുക. ഒരാളുടെ ഇൻകത്തിന്റെ പെർസെൻറ്റേജ് അയാൾ ഇത്രയും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ, എന്താണ് എമൗണ്ട് സ്പെൻഡ് ചെയ്തതിന്റെ ഇൻഫോർമേഷൻ തരും. എമൗണ്ട് സ്പെൻഡ് ചെയ്ത ഇൻഫോർമേഷൻ തരുന്നു. അതല്ലെങ്കിൽ ഈ എമൗണ്ട് ഈ പെർസെൻറ്റേജ് അല്ല, 600 റുപ്പീസ് ആണ് വിചാരിക്കുക കേട്ടോ. ഫുഡിന് 600, ഹൗസിങ്ങിന് 200 റുപ്പീസ്, എഡ്യൂക്കേഷന് 340 റുപ്പീസ്, മെഡിക്കലിന് 100 റുപ്പീസ്, മറ്റു ആവശ്യങ്ങൾക്ക് 150 റുപ്പീസ് ഉപയോഗിച്ചു. ഒരാളുടെ സ്പെൻഡിങ്, ഒരു മാസത്തെ സ്പെൻഡിങ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? പൈ ചാർട്ട് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് പൈ ചാർട്ട് കണ്ടുപിടിക്കാൻ ഇതിനെ ടോട്ടൽ ചെയ്യണം. 600 + 200 + 340 + 100 + 50 എത്ര വരും? 800, 1100, 1200, 1300, 1390. ടോട്ടൽ എത്രയാണ്? 1390. 800, 1100, 1200, 1300, 1390. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 1390. ഇനി ഓരോത്തിന്റെയും എന്താണ് എത്ര ഭാഗം, എത്ര ആംഗിൾ കണ്ടുപിടിക്കണം. ടോട്ടൽ എത്രയാണ്? 360. ഫുഡിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? ഫുഡിന്റെ കണ്ടുപിടിക്കാനായിട്ട് 600 ആണ് ടോട്ടൽ ഉപയോഗിച്ചത്. ടോട്ടൽ എക്സ്പെൻസ് 390 × 360 ചെയ്യുക. ഓക്കെ, × 360 ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്ത എന്താണ്? ഹൗസിംഗ്. ഹൗസിങ്ങിന് 200 റുപ്പീസ് ഉപയോഗിച്ചു, / 390 × 360 ചെയ്യുക. അങ്ങനെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും അതിൻ്റെ ബേസ് ഉള്ള ആ വാല്യൂ / ടോട്ടൽ × 360 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ആംഗിൾസ് കിട്ടും. ദെൻ സർക്കിൾ വരയ്ക്കുക. ഫസ്റ്റ് ആംഗിൾ മാർക്ക് ചെയ്യുക, സെക്കൻഡ് ആംഗിൾ മാർക്ക് ചെയ്യുക. അങ്ങനെ ആ സർക്കിളിനെ ആംഗിളിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുക.
അപ്പം പൈ ചാർട്ട് കിട്ടും. ഓരോന്നിനും ഓരോ ഷെയ്ഡുകൾ കൊടുക്കുക, ഓരോന്നിനും ഓരോ ഷെയ്ഡും കൊടുക്കുക. അപ്പം പൈ ചാർട്ട് ചെയ്യാനായിട്ട് വാല്യൂസ് ആഡ് ചെയ്യുക. ചിലപ്പോൾ നേരെ പെർസെൻറ്റേജോ ആംഗിൾ വരും, പെട്ടെന്ന് വരച്ചാൽ മതി. വാല്യൂസ് ഒന്നും തന്നില്ലെങ്കിൽ അതിന്റെ ടോട്ടൽ കാണുക, അതിന്റെ സർക്കിളിന്റെ ബേസ് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ആംഗിൾസ് കണ്ടുപിടിക്കുക, ആ ആംഗിൾസിനെ വരയ്ക്കുക. ഓക്കെ, പൈ ചാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള മെത്തേഡാണ്. അപ്പം എന്താണ് ജോമെട്രിക് ഡയഗ്രാം കഴിഞ്ഞു. അടുത്ത പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഡയഗ്രാം ആണ്. ഫ്രീക്വൻസി ഡയഗ്രാം, ദ ഡയഗ്രാം ദാറ്റ് റെപ്രസെന്റ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആർ കോൾഡ് ഫ്രീക്വൻസി ഡയഗ്രാം. അതായത് ഗ്രൂപ്പുകളായിട്ട്, നേരത്തെ ബാർ ഡയഗ്രത്തിൽ ഇൻഡിവിജ്വൽ ബാറുകളായിട്ടാണ് കാണുന്നത്, പക്ഷേ ഫ്രീക്വൻസി വരുമ്പോൾ ഓരോന്നും ഗ്രൂപ്പ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഗ്രൂപ്പ് ബേസിസിൽ കാണുന്നതാണ് എന്താ ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് പറയുന്നത്. ദ ഡയഗ്രാം ദാറ്റ് റെപ്രസെന്റ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആർ കോൾഡ് ഫ്രീക്വൻസി ഡയഗ്രാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ ഗ്രൂപ്പുകളായിട്ട് കാണിക്കുന്നതിനെയാണ് ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്. ബാർ ഡയഗ്രത്തിൽ സിമ്പിൾ ബാർ ഡയഗ്രാം, അങ്ങനെ ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, അതിന് സബ് ഡിവിഷൻ ഉള്ള പോലെ ഫ്രീക്വൻസി ഡയഗ്രത്തിന് 4 ടൈപ്പ് ഉണ്ട്: ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്സ്. ഓക്കെ, എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ? എ ഹിസ്റ്റോഗ്രാം ക്യാൻ ബി ഡിഫൈൻഡ് as a set of rectangle with a base along with the interval between class boundaries. ഓക്കെ, അതായത് ഇതാണ് ഒരു ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം നോക്കിയാൽ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേന് സെപ്പറേറ്റ് ആയിരിക്കും. ഇതെന്തായിരിക്കും? ബേസ് കാണും, ആ ഒരു അളവ് അവിടെ റെപ്രസെന്റ് ചെയ്യും. ഓരോ റെക്ടാങ്കുലർ ബ്ലോക്കുകളായിട്ട് എന്താണ് അഡ്ജസെന്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത്. ഈച്ച് റെക്ടാങ്കിൾ ബാർ ഡെപിക്ട് സം സോർട്ട് ഓഫ് ഡേറ്റ ആൻഡ് ഓൾ ദ റെക്ടാങ്കിൾ ആർ അഡ്ജസെന്റ്. ഓരോ റെക്ടാങ്കിളും ഓരോ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യും, ഓരോ ഇൻഫർമേഷൻ തരും. ഇവരെല്ലാം അടുത്തടുത്തായിരിക്കും, അഡ്ജസെന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഹൈറ്റ് ഓഫ് റെക്ടാങ്കിൾ ആർ പ്രൊപ്പോർഷനേറ്റ് ടു കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാല്യൂ ആണെങ്കിൽ ചെറിയ റെക്ടാങ്കിൾ, വലിയ വാല്യൂ ആണെങ്കിൽ വലിയ റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. ജസ്റ്റ് ബാർ ഡയഗ്രാം പോലെ തന്നെ ബാർ ഡയഗ്രത്തിൽ സെപ്പറേറ്റ് കാണിക്കും, ഇത് അടുപ്പിച്ചടിച്ച് അഡ്ജസെന്റ് ആയിട്ടായിരിക്കും ഇവിടെ വാല്യൂസ് ഉണ്ടാകുക. അത് നോക്കിയേ, ഇവിടെ എവിടെ ആയിരിക്കും? കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും. കണ്ടിന്യൂസ് സീരീസ് നമ്മൾ പറഞ്ഞാണ്, കണ്ടിന്യൂസ് സീരീസിലായിരിക്കും കൂടുതലായിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ബാർ ഡയഗ്രാം, കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലാണ് നമ്മൾ കൂടുതലും ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്. 40 മുതൽ 50 വരെ മാർക്ക് കിട്ടിയ 15 സ്റ്റുഡൻസ് ആ കണ്ടിന്യൂസിനെ കാണിക്കാനായിട്ടാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? 15 അളവ് വരുന്ന ഒരു ഡയഗ്രാം വരച്ചു. 50 മുതൽ 60 വരെ കിട്ടിയ 20 സ്റ്റുഡൻസ് അതുമായിട്ട് ചേർന്ന് തന്നെ കുറച്ചുകൂടെ വലിയൊരു റെക്ടാങ്കിൾ വരച്ചു. ഇങ്ങനെ ആയിരിക്കും വരുന്നത് എവിടെ? ഹിസ്റ്റോഗ്രാമിന് വരുന്നത്. ഏതെങ്കിലും ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി പോളിഗൺ രണ്ടാമത്തെ ടൈപ്പാണ് ഫ്രീക്വൻസി പോളിഗൺ. നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചേ, ആ ഹിസ്റ്റോഗ്രാമത്തിന്റെ മിഡ് പോയിന്റുകൾ, ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ഗ്രാഫ് കൂടെ അതേ വരയ്ക്കുന്നതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരയ്ക്കുന്നതാണ് എന്താ? ഫ്രീക്വൻസി പോളിഗൺ. അതായത് ഹിസ്റ്റോഗ്രാം എങ്ങനെ ഇരിക്കും? ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഷേപ്പ് ഇരിക്കും ഹിസ്റ്റോഗ്രാം, അല്ലെ? ഹിസ്റ്റോഗ്രാമത്തിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ എല്ലാം മിഡ് പോയിന്റ് കാണുക. ഈ എല്ലാത്തിന്റെയും മിഡ് പോയിന്റ് കണ്ടിട്ട് അതിലേക്ക് ഓരോ ലൈൻസ് വരയ്ക്കുക. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ, അടുത്ത ലൈൻ, അങ്ങനെ സ്ട്രെയിറ്റ് ലൈനുകൾ വരച്ച് ജോയിൻ ചെയ്താണ് എന്തുള്ളത്? ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ ഒരു ലൈൻ ഗ്രാഫ് ആണ്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അവിടെ ലൈനുകൾ കൊണ്ട് അതിന്റെ മിഡ് പോയിന്റുകളെ എന്ത് ചെയ്യുന്നു? മിഡ് പോയിന്റുകളെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? എല്ലാ റെക്ടാങ്കിൾ ബാറിന്റെയും ടോപ്പിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ ഇതാണ് ഒരു ടേബിൾ എങ്കിൽ ഫ്രീക്വൻസി പോളിഗൺ ഈ ഒരു ഷേപ്പ് വരും. നോക്കിയേ, ടോപ്പ് പാർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് പാർട്ടിന്റെ മിഡ് പോയിന്റുകൾ തമ്മിലാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. അടുത്തത് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി പോളിഗൺ പോലെയാണ്. ഫ്രീക്വൻസി കർവിന്റെ വ്യത്യാസമാണ് ഗ്രാഫ് വരയ്ക്കുക. നേരത്തെ നമ്മൾ വരച്ചതാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഫ്രീക്വൻസി പോളിഗണില് ലൈനുകളാണ് വരച്ചത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനുകൾ വരച്ചു. ഫ്രീക്വൻസി കർവ് ആകുമ്പോൾ ഗ്രാഫ് ആണ് അവിടെ വരയ്ക്കുന്നത്. അവിടെ ഗ്രാഫിക്കലി ഗ്രാഫ് മാത്രമേ ഉള്ളൂ, ഹിസ്റ്റോഗ്രാം ഇല്ല. ആ ഹിസ്റ്റോഗ്രാമിന്റെ ആ ബ്ലോക്കുകൾ ഇറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഫ്രീക്വൻസി കർവായി. അപ്പൊ ഒരു ഹിസ്റ്റോഗ്രാം വരച്ച് അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ അത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ആ ഫ്രീക്വൻസി പോളിഗണിലെ ഹിസ്റ്റോഗ്രാം കളഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി കർവായി. അപ്പം ഫ്രീക്വൻസി കർവ് ഇസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെർ ലൈൻ ഇസ് സ്മൂത്ത് ലൈൻസ് ആയിരിക്കും അവിടെ
വരയ്ക്കുന്നത്. ഫ്രീക്വൻസി പോളിഗൺ പോലെ തന്നെയാണ്, പക്ഷേ ഫ്രീക്വൻസി പോളിഗണിലെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ കേർവ്ഡ് ലൈൻ ആയിരിക്കും, സ്മൂത്ത് ലൈൻ അല്ലെങ്കിൽ കേർവ്ഡ് ലൈൻ ആയിരിക്കും ഫ്രീക്വൻസി കേർവിൽ ഉണ്ടാകുക. ഓക്കെ, ഹിസ്റ്റോഗ്രാം വരച്ചു, ആ ഹിസ്റ്റോഗ്രാമിലുള്ള മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ് എന്ത് ഫ്രീക്വൻസി പോളിഗൺ. ആ ഫ്രീക്വൻസി പോളിഗൺ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കേർവ് ആയിട്ട് വരയ്ക്കുന്നതാണ് ഫ്രീക്വൻസി കേർവ് എന്ന് പറയുന്നത്. അടുത്തത് ഒജീവ്സ്. എന്താണ് ഒജീവ് എന്ന് പറഞ്ഞാൽ? ഒജീവുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. എന്താണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ? The frequency of a class is added to the frequency of its successive class to obtain the less than cumulative frequency. ഒരു ക്ലാസിന്റെ ഫ്രീക്വൻസി ഒക്കെ അറിയാലോ, 0 to 10. ആ ക്ലാസ് 0 to 10 മാർക്ക് കിട്ടിയ 5 സ്റ്റുഡൻസ്, അതാണ് അതിന്റെ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയുടെ കൂടെ അതിന്റെ തൊട്ടടുത്ത ക്ലാസിന്റെ ഫ്രീക്വൻസിയോട് ആഡ് ചെയ്യുന്നു. ഒരു ക്ലാസിന്റെ ഫ്രീക്വൻസിയുടെ കൂടെ തൊട്ടടുത്ത ക്ലാസിന്റെ ഫ്രീക്വൻസിയോട് ആഡ് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുന്നതാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ. എന്താണ് മോർ ദാൻ ഒജീവ്? മോർ ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി കർവിന്റെ തൊട്ട് മുന്നത്തെ ഫ്രീക്വൻസി കർവ് വെച്ച് കുറച്ച് കുറയ്ക്കുന്നതാണ് മോർ ദാൻ ഒജീവും, കൂട്ടുന്നതാണ് ലെസ് ദാൻ ഒജീവും വരുന്നത്. ജസ്റ്റ് ഒരു ഗ്രാഫ്, ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഒരു ടേബിൾ ആയിട്ടുള്ളത്. ഒരു ക്ലാസ്സിൽ എക്സാംസ് ഇട്ടു, 80 മാർക്കിന്റെ എക്കണോമിക്സിന്റെ എക്സാം ഇട്ടു. 0 to 10 മാർക്സ് സ്കോർ ചെയ്ത 3 സ്റ്റുഡൻസ്, 10 to 20 മാർക്ക് സ്കോർ ചെയ്ത 8 സ്റ്റുഡൻസ്, 20 to 30 സ്കോർ ചെയ്ത 12 സ്റ്റുഡൻസ്, അങ്ങനെ 70 to 8 സ്കോർ ചെയ്ത 2 സ്റ്റുഡൻസ്. ഒരു ഡേറ്റ അവൈലബിൾ ആണ്. എങ്ങനെ ലെസ് ദാൻ ഒജീവ് കണ്ടുപിടിക്കും? ലെസ് ദാൻ ഒജീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് എടുക്കുന്നു? ഇതിന്റെ ഓരോ ക്ലാസ് ലിമിറ്റ് എടുക്കുന്നു. ലെസ് ദാൻ 0, ലെസ് ദാൻ 0, ലെസ് ദാൻ 10, ലെസ് ദാൻ 20, 30, 40, 50, 60, 70, ലെസ് ദാൻ 80 വരെ എന്നുള്ള ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു. അങ്ങനെ പേര് കൊടുത്തു. അതാണ് നമ്മൾ കൊടുത്തത്. എന്ത് കൊടുത്തു? ദെൻ അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? അതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ലെസ് ദാൻ 0 ഉള്ള ആരെങ്കിലും ഉണ്ടോ? 0 to 10 ഉള്ള 3 സ്റ്റുഡൻസ് ഉണ്ട്. 0യിൽ താഴെ മാർക്ക് കിട്ടിയ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് 0. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ലെസ് ദാൻ ഒജീവ് കിട്ടാനായിട്ട് ഓരോ ക്ലാസ്സിന്റെയും ഫ്രീക്വൻസിയുടെ കൂടെ അതിന് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ഫ്രീക്വൻസി ആഡ് ചെയ്യണം. ഈ 0യുടെ കൂടെ 3 ആഡ് ചെയ്താൽ 3, ആ 3യുടെ കൂടെ അടുത്ത 8 ആഡ് ചെയ്താൽ 11, ആ 11ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ 23, 23യുടെ 16 ആഡ് ചെയ്താൽ 39, 39ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 49, 49ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 54, 54ന്റെ 4 ആഡ് ചെയ്താൽ 58, 58ന്റെ 2 ആഡ് ചെയ്താൽ 60. അങ്ങനെ തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോകുന്നതാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതിന്റെ ടോട്ടൽ? ഫ്രീക്വൻസിയുടെ ടോട്ടൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 60 വെച്ചായിരിക്കും മോർ ദാൻ ഒജീവ് ചെയ്യുന്നത്. കുറയ്ക്കുക. ഇതേപോലെ ഈ ലെസ് ദാൻ എഴുതിയതിന്റെ പേര് ജസ്റ്റ് മാറ്റുക. ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ 10, ഗ്രേറ്റർ ദാൻ 20 അങ്ങനെ കൊടുക്കുക. അത് കൊടുത്തിട്ട് 60 ആണല്ലോ ഏറ്റവും കൂടുതൽ. ഫസ്റ്റ് ഫ്രീക്വൻസി 3 അല്ലേ, അത് കുറയ്ക്കണം. 60 - 3 57. അടുത്ത ഫ്രീക്വൻസി എത്രയാണ്? അടുത്ത ഫ്രീക്വൻസി 12 ആണ്. അത് 12 കുറയ്ക്കണം. 57ൽ നിന്ന് 12 കുറയ്ക്കുക, അടുത്തത് കുറയ്ക്കുക. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ ഒജീവ്. ആഡ് ചെയ്ത് പോകുന്നതാണ് എന്താണ് ലെസ് ദാൻ ഒജീവ്. അതിന്റെ ഗ്രാഫ് വരച്ചാൽ ലെസ് ദാൻ ഒജീവിന്റെയും ഗ്രേറ്റർ ദാൻ ഒജീവിന്റെയും ഗ്രാഫ് വരയ്ക്കുക. എക്സാമിന് ചോദിക്കും ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കാനായിട്ട് എക്സാമിന് ചോദിക്കും. ഈസിയാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ആണ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഏറ്റവും ലാസ്റ്റ് മെത്തേഡ് ആണ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം സീരീസ് ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ചാണ്. ഓക്കെ, ഓരോ വാല്യൂസിനും ടൈം പീരീഡ് അനുസരിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്. ഓക്കെ, ടൈം പീരീഡ് അനുസരിച്ച് ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ടൈം ആണല്ലോ. ആ ഓരോ ദിവസവും കിട്ടിയ ഏർണിങ്സ് ഉണ്ട്. അതിനെ എന്ത് ചെയ്യും? ജസ്റ്റ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് ടൈം. അപ്പം ടൈമിന്റെ ബേസിസിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ടൈം സീരീസ് ഗ്രാഫ് അല്ലെങ്കിൽ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഇത്രയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. മെയിനായിട്ട് പഠിക്കേണ്ടത് മോർ ദാൻ ഒജീവ്, ലെസ് ദാൻ ഒജീവ്, അതുപോലെ തന്നെ നിങ്ങൾ പൈ ചാർട്ട്, ഈ 3 നിർബന്ധമായിട്ടും വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഈ 3 പഠിച്ചിരിക്കണം. ബാക്കിയെല്ലാം പഠിക്കേണ്ടതല്ല, തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റാസ് 3 രീതിയിലുണ്ട്. ജിയോമെട്രിക് ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസ് ഉണ്ട്,
അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്സ് ഉണ്ട്. ജിയോമെട്രിക്ക് 2 ടൈപ്പ് ഉണ്ട്, ബാർ ഡയഗ്രാംസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പൈ ഡയഗ്രാംസ് അല്ലെങ്കിൽ പൈ ചാർട്ട് ഉണ്ട്. ബാർ ഡയഗ്രാംസ് 3 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പൗണ്ട് ബാർ ഡയഗ്രാം. പൈ ചാർട്ട് ഒറ്റേ ഉള്ളൂ. ഫ്രീക്വൻസി ഡയഗ്രാംസോ അത് ഏതൊക്കെയുണ്ട്? ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഒജീവ്സ് ഉണ്ട്. ഒജീവ് 2 ടൈപ്പ് ഉണ്ട്, ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ ഒജീവും ഉണ്ട്. ദെൻ ലാസ്റ്റ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താണ്, ടൈം സീരീസ് ഗ്രാഫ് എന്ന് വിളിക്കുന്നു. അതിന്റെ തിയറിയും അത് കൺസ്ട്രക്ട് ചെയ്യാനും എല്ലാവരും പഠിച്ചു വെക്കുക. അയ്യോ, ഇത്രയും നേരം ടോപ്പ് ചാറ്റ് ലൈവ് ചാറ്റ് ഓവർ ടോപ്പ് ചാറ്റ് ആയിരുന്നു ഓൺ ആയിട്ട്. ഞാൻ ഓർക്കും ആരുടെയും കമന്റുകളൊന്നും കാണുന്നില്ലല്ലോ. ടോപ്പ് ചാറ്റ് ആയിരുന്നു ഓൺ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ആരുടെ കമന്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് എൻഡ് ചെയ്ത ശേഷം, അപ്പൊ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കാണാൻ പറ്റിയില്ല, സോറി. അപ്പൊ നിങ്ങളുടെ ഈ ലൈവ് എൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ആ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് അവിടെ കിടന്നോളും, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തരും, അല്ലെങ്കിൽ അടുത്ത ലൈവില് അത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ലൈവും ഇന്നത്തെ ലൈവും കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആവശ്യമാണ്, ഇതുപോലെ നോട്ട്സ് ആവശ്യമാണ്, എക്സാംസ് ആവശ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ട്രിപ്ലൈ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേദ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ സ്ക്രോളിൽ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റിൽ നിങ്ങൾക്ക് വേദ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്ലൈയിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്.